മുതൽ വെള്ളി വരെ ശനിയാഴ്ച വീട്ടിലിരിക്കാം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർക്കാർ ജീവനക്കാരുടെ പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ശനിയാഴ്ച അവധി നൽകാനുള്ള നീക്കം. രാഷ്ട്രീയ വിയോജിപ്പുകളില്ലാതെ ജീവനക്കാർ സർക്കാർ നീക്കത്തിനൊപ്പമാണ്. സ്ത്രീ ജീവനക്കാർക്ക് ആകെ ഒരു ദിവസം മാത്രം കിട്ടുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദീർഘദൂരം യാത്ര ചെയ്ത് ഇതെല്ലാം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് 2 ദിവസം ആഴ്ചയിൽ ഇത് കുറച്ച് അവധി കിട്ടുകയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിഭാഗപ്പെട്ട ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായൊരു. ഈ ഗവേൺസിന്റെ കാലത്ത് അവധി നൽകുന്നതിൽ തെറ്റില്ലെന്നാണ് ജീവനക്കാരുടെ വാദം. 5 ദിവസം ആക്കുമ്പോൾ സംഭവിക്കുന്നത് ശനിയാഴ്ചകളിൽ കുറയുന്നു, ജോലിക്ക് പോകുന്നില്ല. അതേസമയത്ത് നമ്മൾ അധിക ജോലി രാവിലെ 9:30 മുതൽ ജോലി സന്നദ്ധരായി പോവുകയാണ്. അത് 5:30 വരെ തുടരുകയാണ്. അപ്പോൾ ഈ സമയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി എന്താണോ ശനിയാഴ്ചകളിൽ ജോലി ചെയ്യുന്നത് അത് നമ്മൾ അതിനുള്ള ഈ 4 ദിവസം ചെയ്തുകൊണ്ടാണ് വെക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് വാരിക്കോരി ആനുകൂല്യങ്ങളും ഇളവുകളും നൽകുന്നതിൽ കടുത്ത വിയോജിപ്പ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. ജീവനക്കാരും സംഘടനകളും തീരുമാനത്തെ പിന്തുണയ്ക്കുമ്പോൾ പക്ഷേ മറിച്ചാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. കാര്യം നടക്കാൻ പലതവണ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന സാധാരണക്കാർ സർക്കാർ നീക്കത്തെ ശക്തമായി എതിർക്കുന്നു. നമ്മൾ വില്ലേജിലായാലും പഞ്ചായത്തിലൊക്കെ ചെന്നാലും 1-2 ദിവസം ഇന്ന് അയാൾ ലീവാണ്, മറ്റന്നാൾ മറ്റേയാൾ ലീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിടുകയാണ്. ആ ഒരു കുറവും കൂടെ ശനിയാഴ്ചയും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കും. ഹാഫ് ഡേ ലീവ് കൊടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ ഫയൽ നീങ്ങണ്ടേ? ജനങ്ങളെ ആവശ്യത്തിനല്ലേ സർക്കാർ ഓഫീസ് നടക്കുന്ന, ജനങ്ങളെ ആവശ്യം അല്ലേ, അതിനല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് ഈ ലീവ് അല്ലാതെ തന്നെ പണി നടക്കുന്നില്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ സർക്കാർ ഓഫീസിൽ. ഒരു വശത്ത് ജീവനക്കാരുടെ പിന്തുണയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ മറുവശത്ത് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് സാധാരണ മനുഷ്യർ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.